നമസ്കാരം. അങ്ങനെ ബൈച്ചേട്ടന്റെ രണ്ടാമത്തെ പടത്തിന്റെ പോസ്റ്റർ അത് ബൈച്ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ പ്രിയ മമ്മൂക്ക ഇന്ന് 7 മണിക്ക് ലോഞ്ച് ചെയ്ത കാര്യം ഞങ്ങളെല്ലാം അറിഞ്ഞു. അപ്പൊ ഈ കൂടോത്രം എന്നുള്ള ഒരു ഡിഫറെന്റ് പേരാണല്ലോ, ആ പേരിലേക്ക് എത്തിയത് എങ്ങനെയാണ്? കൂടോത്രം അതിന്റെ സബ്ജക്റ്റിനെ പറ്റിയൊരു കണക്റ്റഡ് ആവുന്ന ഒരു പേരാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാല് കൂടോത്രം എന്ന് പറയാത്ത മലയാളികളില്ല. അതെ, വിശ്വാസവും അന്ധവിശ്വാസത്തിന്റെയും തമ്മിൽ ഇടയിലുള്ളൊരു പരിപാടിയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സബ്ജക്റ്റുകൾ കേട്ടിട്ട് ഭയങ്കരമായിട്ട് വേണോ വേണ്ടിയോ അത് വീണ്ടും 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 അങ്ങനെ ഉണ്ടായി വന്നൊരു സിനിമയാണ്. ഇതിൻ്റെ തുടക്കം മുതൽ ഇതിലെ 99% എനിക്ക് വിശ്വാസമുള്ളൊരു സംഭവം എന്താ വെച്ചാൽ ഇതിനൊരു പോസിറ്റീവ് എനർജി എന്നോടൊപ്പം ഉണ്ട്. ഇന്ന് പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഫൈറ്റാണ് അല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി എന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇന്ന് ഷൂട്ടിംഗ് 17ാമത്തെ ദിവസമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ മീഡിയാസും എൻ്റെ ലോഞ്ചിന് ഉണ്ടായിരുന്നു. 17ാമത്തെ ദിവസത്തെ ഷൂട്ടിൻ്റെ ദിവസം ഇന്ന് ഫൈറ്റ് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്തു. മാസ്റ്ററിനെ ഞാൻ ഏൽപ്പിച്ചിട്ട് ജസ്റ്റ് പോന്നു. 6 മണിക്ക് പാക്കപ്പായി. ഞാൻ ചെയ്യുന്ന ഈ സിനിമ എൻ്റെ ആദ്യ സിനിമ മമ്മൂക്ക ആയിരുന്നില്ല. മമ്മൂക്കയോട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഇത് എൻ്റെ ഫസ്റ്റ് പടം, സെക്കൻഡ് പടം, എൻ്റെ ഇത് ഫസ്റ്റ് പടം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കൂടോത്രം ലോഞ്ച് ചെയ്ത് തരണം. നമുക്ക് എന്നെ ലോഞ്ച് ചെയ്തു 7 മണിക്ക്. പിന്നെ അടുത്തത് എനിക്ക് എൻ്റെ മകളുടെ കല്യാണം നടന്ന ഈ സെൻറ്റ് സെബാസ്റ്റ്യൻസ് അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വലിയ പ്രോഗ്രാമും ഇങ്ങനെ ഒരു ലോഞ്ചും ചെയ്യാൻ കിട്ടിയത് സെബാസ്റ്റ്യാൻസ് പുണ്യാളിൻ്റെ മധ്യസ്ഥവും ഈശോയുടെ ബ്ലെസ്സിങ് ആണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ലോഞ്ച് ചെയ്തത് കൂടോത്രം എന്ന സിനിമ ലോഞ്ച് ചെയ്തത് ഇവിടുത്തെ വൈദികരും സിസ്റ്റേഴ്സും അങ്ങനെ എല്ലാവരും കലാകാരന്മാരും എല്ലാവരും ചേർന്നിട്ടാണ്. അതും ദൈവനിശ്ചയമാണ്. വലിയൊരു സാന്നിധ്യം, എല്ലാവരും ഒരു പ്രാർത്ഥന. അത് കടലിൻ്റെ മക്കളെന്ന് വിശ്വസിക്കുന്ന അർത്തുങ്കൽ പള്ളിയിൽ ഞാൻ എപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ നമ്മുടെ കടലിൻ്റെ മക്കൾ എന്ന് പറയുന്നത് അത്രയും നിഷ്കളങ്കരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഇത് ലോഞ്ച് ചെയ്തു. സിനിമയുടെ ഇതൊരു കോമഡി ജോണറാണോ? ഇതിനകത്ത് കോമഡി ജോണറാണോ എന്ന് ചോദിച്ചാൽ സിനിമയെ സംബന്ധിച്ച് കാണുമ്പോൾ കോമഡി വേണം, അതിന് സസ്പെൻസ് ഉണ്ടാവണം, അവർ ഉദ്ദേശിക്കുന്നതിലേക്കാൾ അപ്പുറം ഒരു ട്വിസ്റ്റ് ഉണ്ടാവണം അല്ലേ, കുറച്ച് ചിന്തിക്കണം, പേടിക്കണം, ഇങ്ങനെയുള്ള എൻറ്റയർ എല്ലാ സംഭവങ്ങളും ഒത്തു വന്ന ഒരു സിനിമയാണിത്. നമ്മൾ റിലീസിങ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുള്ള മാർച്ചാണ്, എൻഡിലേക്കാണ് പടം റിലീസിലോട്ട് പോകുന്നത്. അതിൻ്റെ കാര്യങ്ങൾ പോകുന്നു. ഈ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ടും ഉണ്ട്. അത് നമ്മൾ ഷൂട്ട് തീർന്നാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് തുടങ്ങി വെച്ചാണ് ഈ സിനിമ നമ്മൾ നിർത്തുന്നത്. ഇത് എൻ്റെ എനിക്ക് തോന്നുന്നു ഏകദേശം 32ഓളം ആർട്ടിസ്റ്റുകൾ, മലയാള സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളുണ്ട്, അത് പറയാം, സസ്പെൻസ് ആണ്. അത് ദുൽഖറിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുന്ന് വേണമെങ്കിൽ കൂടെ പറയാം. ഈ ഒരു പേര് മമ്മൂക്ക കേട്ടപ്പോഴത്തേക്ക് എന്തായിരുന്നു പുള്ളി? അറിയാലോ, പുള്ളിക്ക് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. കാര്യം ആദ്യ സിനിമ ചെയ്തപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സിനിമ, അങ്ങനെ ഡയറക്ഷൻ പരിപാടി. നല്ല ഒരുപാട് സിനിമകൾ, അതായത് ആമീൻ എന്ന് പറയുന്ന സിനിമ പോലും വലിയ ക്യാരക്ടർ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ആ സിനിമയിലേക്ക് പോകുന്നത്. പക്ഷെ അതൊരു പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു, ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു 10 വർഷത്തെ ഒരു പഠനം അതിനുശേഷം എങ്ങനെ ഒരു തോൽവി ഉണ്ടായി എന്നല്ലെങ്കിൽ അതിൻ്റെ ഒരു പഠനമാണ് ഒരു വിജയത്തിലേക്കുള്ള ഒരു കയറ്റമായിരിക്കും ഈ സിനിമ എന്നുള്ളതിൽ ഉറപ്പായതുണ്ട്. പിന്നെ സപ്പോർട്ടുണ്ട്, എല്ലാവരും സ്നേഹമുണ്ട്. റിയൽ ടൈമിൽ നമുക്ക് ചെയ്യാം. അത് ദൈവത്തിനോട് ഒരു സപ്പോർട്ടും, ഒരു പോസിറ്റീവ് വൈവിൻ്റെ സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലേക്ക് എത്തും. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്താ പറയുക, വളരെ സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമായിരുന്നു 2024 മകളുടെ കല്യാണം, ഈ സിനിമയുടെ തുടക്കം, അതുപോലെ സങ്കടം, എൻ്റെ അനുജൻ്റെ മരണം. അതെല്ലാം സങ്കടവും സന്തോഷമൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ വലിയ വിജയമാക്കി തരേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയിലാണ്. വലിയ സിനിമകളുടെ കൂട്ടത്തിൽ കൂട്ടരുതും. ഒരു ചെറിയ സിനിമ, അത് എൻ്റെ പ്രേക്ഷകരെ, എന്നെ ഇഷ്ടപ്പെടുന്നവരെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സപ്പോർട്ട്, പോസിറ്റീവ് വൈബിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൊച്ചു സിനിമ വലിയ സിനിമയിലേക്ക് എത്തുമെന്നുള്ള എൻ്റെ ആ കോൺഫിഡൻസിലേക്കാണ് പോകുന്നത്. ഒരു കുടുംബ പ്രേക്ഷകരെ കണ്ടുകൊണ്ട്, എല്ലാത്തരം പ്രേക്ഷകരെയും കണ്ടുകൊണ്ട് തന്നെ, യൂത്തന്മാർക്കും എല്ലാവർക്കും 100%. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുടുംബ പ്രേക്ഷകരെന്നല്ല, എൻ്റെ ആൾക്കാർ സിനിമ തിയേറ്ററിൽ വരണം. അല്ലാതെ നമ്മൾ കുടുംബ പ്രേക്ഷകർ ഒരു യൂത്തിൻ്റെ കാര്യം അങ്ങനെയില്ല. അതൊരു കംപ്ലീറ്റ് എല്ലാവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. മേക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഗംഭീര ടെക്നീഷ്യൻസ് കൂടെ ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, പിന്നെ കുറേ VFXകളുണ്ട്, സെറ്റുകളുണ്ട്, എല്ലാം ചേർത്ത് നല്ല പാട്ടുകൾ. ഗോപി സുന്ദരാണ് ഈ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്.
സന്തോഷ് കെ ചാക്കോച്ചൻ എൻ്റെ റൈറ്റർ, പിന്നെ അങ്ങനെ എൻ്റെയർ ടീം, ഒരു അടിപൊളി പാക്കാണ്. എൻ്റെ പ്രൊഡ്യൂസറായിട്ട് തന്നെ കൂടെയുള്ളത് എൻ്റെ പാർട്ട്ണറായിട്ടുള്ള സിജി കെ നായരാണ്. സഞ്ജു പ്രൊഡക്ഷൻസും ദേവദയം പ്രൊഡക്ഷൻസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഫുള്ള് ഷൂട്ട് ഇടുക്കി തന്നെ 17 ദിവസമായി. ഇന്ന് 17ാമത്തെ ദിവസം ഫുള്ള് സിനിമയും നമ്മൾ ഇടുക്കിയിൽ തന്നെയാണ്. ഇടുക്കിയിൽ ഇതുപോലെ നമ്മൾ ഇവിടുന്ന് അവിടെ അത്രയും ഇടുക്കിയിൽ നിഷ്കളങ്കരായിട്ടുള്ള ഒരാൾക്കാരിൽ നിന്ന് കടപ്പുറമായ അർത്തുങ്കലിലുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തി ഈ സിനിമ എന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന വലിയൊരു മൊമെൻറ്റിലാണ് നിൽക്കുന്നത്. സന്തോഷം. ഈ ഒരു കൊച്ചു സിനിമ വലിയ സിനിമ ആക്കണോ, കൊച്ചു സിനിമ ആക്കണോ, എങ്ങനെ ആക്കണമെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അതെനിക്കൊരു പ്രതീക്ഷയുണ്ട്. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ചേട്ടൻ മമ്മൂട്ടിയുടെ വലിയൊരു ആരാധകനാണ്. പക്ഷേ മമ്മൂക്കായെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാനായിട്ട് വല്ല പ്ലാൻ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ മമ്മൂക്കേനെ വെച്ചിട്ട് സിനിമ ചെയ്യണമെന്നുണ്ട് പണ്ടേ മുതലുള്ള ആഗ്രഹമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം നമുക്ക് വേണ്ട എന്ന് പറയുള്ളൂ. അത് ഡേറ്റ് തരാത്തതുകൊണ്ടല്ല, അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് മമ്മൂക്കേനെ വെച്ചൊരു പടം ചെയ്യണം എന്നുള്ളത്. സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ റിയലായിട്ടുള്ള സുന്ദരപുരുഷനെ ആയിരുന്നു എൻ്റെ മമ്മൂക്ക. ഞാൻ ചെയ്യും മമ്മൂക്കേനെ വെച്ചിട്ടൊരു സിനിമ ഉറപ്പായിട്ടും. അതൊരു ദൈവനിശ്ചയമാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സിനിമ ഞാൻ മമ്മൂക്കേനെ വെച്ച് ചെയ്യും ഉറപ്പായിട്ടും.